മുംബൈ ഭീകരാക്രമണത്തിൽ തീവ്രവാദികളോട് പൊരുതി പരിക്കേറ്റ ശൗര്യചക്ര ജേതാവ് സുബേദാർ മേജർ PV മനേഷ് കണ്ണൂർ അഴീക്കോട്ടെ വീടിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. കഴിഞ്ഞ 28 വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കിയാണ് ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയായ ഈ പട്ടാളക്കാരൻ കണ്ണൂരിലെ വസതിയിൽ തിരിച്ചെത്തിയത്. ഉള്ളിലെ വെടിയൊച്ചകൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൽ തലയ്ക്ക് മുകളിൽ ഭീകരൻ്റെ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് തലയോട്ടി പിളർന്നതിൻ്റെ വേദനയില്ല. അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോറിയിട്ടത് പിറന്ന നാടിൻ്റെ നാമം മാത്രമാണ്. തലക്കേറ്റ ഗുരുതര പരിക്കിൽ വലതുവശം തളർന്നു. പക്ഷേ പോരാട്ട വീരത്തിൽ നിന്നും ലവലേശം തളർച്ചയില്ല. 2008 ഭീകരാക്രമണത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞാണ് രാജ്യം സുബേദാർ മേജർ PV മനേഷിന് ശൗര്യചക്ര നൽകി ആദരിച്ചത്. കണ്ണൂർ അഴീക്കോട് ചാലിലെ വീട്ടിൽ നാട് മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിച്ചതിൻ്റെ നേർസാക്ഷ്യങ്ങളായി നിരവധി പുരസ്കാരങ്ങൾ കാണാം. അതിൽ നമ്മൾ കണ്ണോടിക്കുന്ന സമയത്ത് പട്ടാളത്തിലെ അദ്ദേഹത്തിൻ്റെ സൈനികൻ എന്ന നിലയിലുള്ള ആ സേവനത്തിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല PV മനേഷിൻ്റെ പരിശീലനത്തിലൂടെ നിരവധി ഏതാണ്ട് 100-ലധികം ചെറുപ്പക്കാർ ഇന്ന് സൈന്യത്തിൽ സേവനം നടത്തുന്നു. അവരിലൂടെ വീണ്ടും രാജ്യത്തിനായി ജീവിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ് ഈ മുൻ സൈനികൻ. ഈ മഹത്തായ രാജ്യസ്നേഹി ജീവനുള്ള നാൾ വരെ യുവാക്കളെ പ്രചോദിപ്പിച്ച് പരിശീലിപ്പിച്ച് മുന്നോട്ട് പോകും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമസ്കാരം. 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 ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അഭിമാനപരമായ സുദിനമാണ്. ഡിസംബർ 16. ഏഷ്യയുടെ തന്നെ ഭൂപടം മാറ്റിമറിച്ച പുതിയൊരു രാജ്യം രൂപം കൊണ്ട ദിവസം. 1971 ഭാരത പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ ദിനമാണ്, അഥവാ ഭാരത വിജയ ദിനമാണ് ഇന്ന്. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടതും ഇതിനെ തുടർന്നാണ്. ഭാരതം ഈ ദിനം വിജയ ദിവസമായി ആഘോഷിക്കുന്നു. ഒരു സൈനികൻ എന്ന നിലയിൽ ഈ ദിനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അഭിമാനം ആണ് ഈ ദിനത്തിൽ. പ്രത്യേകിച്ച് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും യുദ്ധങ്ങളെ ആരും തന്നെ നമ്മുടെ ഏത് ജനതയും യുദ്ധങ്ങളെ ആഗ്രഹിക്കുന്നില്ല, യുദ്ധങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തതാണ്. പക്ഷേ ഒരു സൈനികൻ എന്ന രീതിയിൽ ഞാൻ പറയും, യുദ്ധങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ യുദ്ധങ്ങൾ ആവശ്യമാണ്. അത്തരം സുപ്രധാനമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ വഴിത്തിരിവായിരുന്നു 71 ഇന്ത്യ പാകിസ്ഥാൻ വാർ ബംഗ്ലാദേശിൽ നടന്ന. അപ്പോൾ പടിഞ്ഞാറ് പ്രവിശ്യയിലുള്ള പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാനും, അതേപോലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള പാകിസ്ഥാൻ, ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പിന്നീട് രൂപീകരിക്കപ്പെട്ടത് കിഴക്കൻ പ്രവിശ്യയിലുള്ള പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായിരുന്നത്. അവിടെ ഇരിക്കുന്ന സമൂഹത്തിലെ ജനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഭാഷ പ്രാധാന്യമുള്ളതാണ്. കാരണം അവിടെ ഉറുദു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ പൊതുവെ ബംഗാളി സംസാരിക്കുന്ന അവിടെയുള്ള ആൾക്കാർ ബംഗാളിനെ അനുകൂലിക്കുകയും, ഇപ്പോൾ മുജീബുർ റഹ്മാൻ, നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പാകിസ്ഥാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള പാകിസ്ഥാൻ അതിനെ എതിർക്കുകയും അങ്ങനെ അവിടെ ഒരു കൂട്ടക്കൊല നടന്നു. അവിടെയുള്ള പാകിസ്ഥാനുള്ള ആൾക്കാരുടെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ട് അവിടുത്തെ സൈനികർ ഒരു സൈനിക നടപടി സ്വീകരിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ അഭയകേന്ദ്രമായി വന്നത് ഇന്ത്യയിലേക്കാണ്. അവിടെയുള്ള അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾക്ക് സമത്വവും സാഹോദര്യവും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എപ്പോഴും എല്ലാവരെയും സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യം അവരെ സ്വീകരിച്ചു. പക്ഷേ അതിനൊരു അറുതി വരുത്തുന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബംഗ്ലാദേശിലുള്ള അവിടെ ആൾക്കാർക്കൊരു സൈനിക നടപടി സപ്പോർട്ടിങ് കൊടുത്തു. അതിനുശേഷം പാകിസ്ഥാൻ ഒരു യുദ്ധപ്രഖ്യാപനമായി വന്നു. അങ്ങനെ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ മായി വന്നപ്പോൾ ഞങ്ങളതിനെ നേരിട്ടു. ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ അതിനെ നേരിട്ടു. അതൊരു ധർമ്മയുദ്ധമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഒരു അവകാശത്തിന്, ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പോരാട്ടത്തിന് വേണ്ടി കൂടെ നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ അർത്ഥഫലമായിട്ട് നമുക്ക് ആ യുദ്ധപരിസമാപ്തി എന്നത്
ഏഷ്യയുടെ തന്നെ ഭൂപടം മാറിക്കൊണ്ട് ഒരു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ഉടലെടുക്കുകയും അവിടെ പരമാധികാരം നിലനിർത്തി കൊടുക്കാനും ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തി കൊടുക്കാനും അവിടെയുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു അവകാശം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനുമായി അങ്ങനെ ആ യുദ്ധം ബംഗ്ലാദേശ് യുദ്ധം നടന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പരിസമാപ്തി എന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉടലെടുക്കുകയും അതിൽ ഷിംല കരാർ എന്ന് പറഞ്ഞ ഒരു കരാറിൽ ഇനി അങ്ങോട്ട് ഇന്ത്യ അതിർത്തി പ്രവിശ്യകളിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളൊരു കരാർ പോലും വന്നു. അപ്പോൾ അങ്ങനെ ആ യുദ്ധത്തിൻ്റെ പരിസമാപ്തി എന്നത് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു പരിസമാപ്തിയാണ് ഞങ്ങളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക്. 98,000 പാക് പട്ടാളക്കാർ അന്ന് ഭാരത സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു. സ്വാഭാവികമായും ഭാരതം ഉന്നയിക്കുന്ന ഏത് ആവശ്യവും പാകിസ്ഥാൻ നിവർത്തിത്തരുമായിരുന്നു. കാശ്മീർ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് നഷ്ടപ്പെടുത്തിയതെന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പാക് അധീന കാശ്മീർ ഭാരതത്തിന് ആവശ്യപ്പെടാമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അന്നത്തെ പ്രവൃത്തിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഒരു രാഷ്ട്രബോധവും രാഷ്ട്രസ്നേഹവും വ്യക്തി താല്പര്യങ്ങൾക്കുള്ളതായിരിക്കരുത്. രാഷ്ട്രം എപ്പോഴും വലുതാണ് എന്ന ചിന്തയിലൂടെ ആയിരിക്കണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ബോധങ്ങളും അതിൻ്റെ ഉൾക്കാഴ്ചകളായിരിക്കാം. പക്ഷേ ഒരു സൈനികൻ എന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രം എപ്പോഴും, കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മളിൽ നിന്ന് അകന്നുപോയ ഒരു രാജ്യമാണ്. അപ്പോൾ അതിനേക്കാൾ ആ പാകിസ്ഥാനിൽ എത്ര അവിടെ വസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മതപരമായിട്ട് വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനേക്കാൾ ഒരു മതേതര രാഷ്ട്രമായ നമ്മൾക്ക് പാകിസ്ഥാനുള്ളേക്കാൾ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭജനം എന്നും സമൂഹത്തിന് എപ്പോഴും ആപത്ഘട്ടത്തിൽ പരിസമാപ്തി മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ആ ഒരു പരിസമാപ്തിക്ക് വേണ്ടി നമ്മൾ അതിനെ അറുതി കൊടുത്താൻ ഒരു സ്നേഹം, സാഹോദര്യം, ആ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണാധികാരികൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചില നിമിഷങ്ങളിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ നിമിഷത്തെ നമ്മളിപ്പോൾ അതിന് ആഴത്തിലേക്ക് നോക്കുകയാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ രാജ്യം ഒരു ശക്തമായ ഒരു പ്രതിരോധ നിലയിലേക്ക് വളർന്നു. അപ്പോൾ ഏതൊരു പ്രത്യാക്രമണത്തെയും, ഏത് രാജ്യത്തിൻ്റെ പ്രത്യാക്രമണത്തെയും അതിജീവിക്കാനുള്ളൊരു ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് മറ്റുള്ള തരത്തിലായാലും, സൈനിക നടപടിയിലായാലും, മറ്റുള്ള സാമ്പത്തികമായും ഏത് തരത്തിലായാലും എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്ന രാജ്യം എന്ന രീതിയിൽ നമ്മളിപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2008 മുംബൈ ആക്രമണ സമയത്ത് താങ്കൾ NSG കമാൻഡറായിരുന്നു. അതിസാഹസികമായി ഭീകരരെ എതിരിട്ട 60 മണിക്കൂർ നീണ്ടുനിന്ന ഈ പോരാട്ടത്തിനെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളൊന്ന് നമ്മോട് പങ്കുവെക്കാമോ? അല്ല, ഞാനെപ്പോഴും പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈ ഓർമ്മകൾ അയവിറക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ അതിന് ഒരു 2-3 വാക്കുകളിൽ പറയുകയാണെങ്കിൽ അതിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി, ഒരു സൈനികൻ എന്ന് പറയുന്ന മനേഷ് എന്ന് പറയുന്ന ഒരു സൈനികൻ, ആ സൈനികൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിലൊരു ഹീറോയിസം കാണേണ്ട ആവശ്യമില്ല. ഒരു സൈനികർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഹീറോയിസം കാണേണ്ട. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്നത് രാജ്യത്തിനകത്ത് വന്ന ഒരു ടെററിസ്റ്റും തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല. അത് XOR മനേഷ് അല്ലെങ്കിൽ വേറെ ഒരാൾ അത് കൃത്യം നിർവഹിക്കും. അപ്പോൾ അങ്ങനെ അതിൽ നിയുക്തമായിട്ടുള്ള ഒരു സേനാംഗം എന്ന രീതിയിൽ എന്നെക്കൊണ്ട് എത്ര ചെയ്യാൻ വേണ്ടി പറ്റും, ഞാനെന്നല്ല എല്ലാ സൈനികരും ആത്മാർത്ഥമായിട്ട് അവർ ജോലി ചെയ്യുന്നു. രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സൈനികൻ ചെയ്യേണ്ട ധർമ്മം അത് ഞാൻ നിർവഹിച്ചു. അത്രമാത്രം കണ്ടാൽ മതി. അത് ഞാനല്ലെങ്കിൽ ഏറെ ഒരു സൈനികർ അവിടെ പങ്കെടുത്തപ്പോൾ എല്ലാ സൈനികരും ആ ധർമ്മം തന്നെയാണ് പാലിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് അപകടം പറ്റി. അതിൽ 2 ടെററിസ്റ്റുകളെ വധിക്കുവാനും, അതിലൊരു ടെററിസ്റ്റ് പറഞ്ഞ ഗ്രനേഡിൽ അതിൻ്റെ ആക്രമണത്തിൽ എൻ്റെ തലയോട്ടി തകർന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ 3 ചീളുകൾ തലയോട്ടിയിലേക്ക് തുളിച്ചു കയറി. അതിലൊന്ന് ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്, 2 ഇപ്പോൾ നീക്കം ചെയ്തു, 2 നീക്കം ചെയ്തു. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ അതിലെനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി. ഇപ്പോഴും എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസാണ്. തലേൻ്റെ ഉള്ളിൽ ഒരു സ്പ്ലിൻ്ററിൻ്റെ പീസുണ്ട്. അതൊന്നും ഞാൻ ഗൗനിക്കുന്നില്ല. കാരണം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിച്ചല്ലോ എന്ന അഭിമാനം മാത്രമേ ഉള്ളൂ.
അങ്ങനെ എല്ലാ സൈനും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് ഉണ്ണികൃഷ്ണൻ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. അത് തനിക്ക് നേരെ വന്ന 2 ടെററിസ്റ്റുകളെ വിരിനെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ടെററിസ്റ്റുകൾ വധിച്ച ധീരനായിട്ടുള്ള ഒരു സൈനികനായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. അങ്ങനെ എത്രയോ ധീരന്മാരായിട്ടുള്ള ധീരയോദ്ധാക്കളായിട്ടുള്ള സൈനികർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇനി അങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്യും. അതാണ് നമ്മുടെ രാജ്യം, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധർമ്മം. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ വേണ്ടി നമ്മുടെ സൈനികർ പ്രാപ്തരാണ്. അത് ആരെന്നില്ല, വ്യക്തികൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, രാഷ്ട്രത്തിൻ്റെ ഒരു സൈനിക ശക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നുകൊണ്ട് അവർ ധർമ്മം പാലിക്കുന്നു. ആ ധർമ്മം ആത്മാർത്ഥമായിട്ട് അവർ പാലിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ. അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് ഹിന്ദുമത തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത ആക്രമണം ആയി അന്നത്തെ ഭരണാധികാരികളും മിക്ക രാഷ്ട്രീയ സംഘടനകളും മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരും പ്രചരിപ്പിച്ചനെ. എന്തു തോന്നുന്നു ഇത്തരം പ്രചരണത്തെക്കുറിച്ച്? ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനപ്പുറം ഒരു അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ്, കാരണം നമ്മുടെ രാജ്യത്ത് ഇതുവരെ അവർ യുഎന്നിലായാലും മറ്റുള്ള വേറെ എവിടെ സ്ഥലത്തായാലും പൊതുവായിട്ട് ഒരു തേർഡ് പാർട്ടി വരണമെന്ന രീതിയിൽ പാകിസ്ഥാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻറ്റേർണൽ ടെററിസമാണ് നമ്മളിലുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻറ്റേർണൽ ടെററിസം അല്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരുടെ ടെററിസ്റ്റുകളല്ല, പാകിസ്ഥാനിൽ നിന്ന് വന്ന ലഷ്കർ-എ തോയ്ബയുടെയും അൽ-ഖ്വയ്ദ അതേപോലെ മുജാഹിദ് എന്ന് പറയുന്ന പല തീവ്രവാദി സംഘടനകളുടെയും അണ്ടറിലുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ലഷ്കർ-എ തോയ്ബയുടെ 10 ടെററിസ്റ്റുകൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതിൽ ഒരാളെ പിടിക്കുക, ഒരു ടാർഗറ്റ് ഒരാളെ പിടിക്കുക എന്നത്, അല്ലെങ്കിൽ 1-2 പേരെ അറസ്റ്റ് ചെയ്യുക എന്നത് നമ്മളുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു. കാരണം അത് ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുക്കുക, ലോകരാഷ്ട്രങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, ഇയാൾ ഇവിടുന്ന് വന്നവരാണ്, അല്ലെ പാകിസ്ഥാനാണ് നമ്മുടെ തീവ്രവാദത്തിന് ഏറ്റവും കൂട്ടുനിൽക്കുന്നത്, അവരാണ് സൗര്യവികാരങ്ങൾ തകർക്കാൻ വേണ്ടി, അല്ലെ നമ്മുടെ സമാധാനം തകർക്കാൻ വേണ്ടി എപ്പോഴും ഇന്ത്യയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അതിന് അജ്മൽ കസബിനെ പിടിച്ചു, ജീവനോടെ പിടിച്ചു. അത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതേപോലെ റാണയെ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യമായി. പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്, അല്ലെ പാകിസ്ഥാനാണ് ഈ തീവ്രവാദത്തിന് വളം വെച്ച് കൊടുക്കുന്നത് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു വിജയമായിരുന്നു അത്. കാരണം അജ്മൽ കസബിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് അവസാനം അജ്മൽ കസബിന് അതിൻ്റേതായ തക്കതായ ശിക്ഷ അദ്ദേഹത്തെ അവസാനം തൂക്കിലേറ്റുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാന നിമിഷം എന്നത് ഞാൻ ചിന്തിക്കാത്തതിലപ്പുറമായിരുന്നു. അജ്മൽ കസബിനെ തൂക്കിലേറ്റുന്ന ആ നിമിഷം ശബരിമലയിൽ ഭഗവാന്റെ മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അജ്മൽ കസബിനെ ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ വിചാരിച്ചു എനിക്കറിയാമെന്നുള്ള ചിന്തയിൽ എന്നെ എല്ലാവരും ഫോക്കസ് ചെയ്തു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും മറഞ്ഞിട്ടില്ല. അതാണ് ഒരു സത്യം എവിടെയുണ്ട് അവിടെ ധർമ്മമുണ്ട് എന്ന രീതിയിലേക്ക് ഞാൻ ചെയ്ത സത്യത്തിൽ ഒരു ധർമ്മം കാണിച്ചു ഭഗവാന്റെ മുന്നിൽ. ആ ഒരു സന്ദർഭം, ഒരു നിമിഷം എനിക്ക് കിട്ടി. അതുപോലെ ഈ ഭീകരാക്രമണത്തിന് ശേഷമുള്ള അങ്ങയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2025 ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ഔദ്യോഗികമായി സൈന്യത്തിൽ നിന്ന് വിരമിച്ചത്. അതെ, ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 28-നാണ് ഞാൻ വിരമിക്കുന്നത്. അതിനുശേഷം ഒരു 2 കാര്യങ്ങളുണ്ട്. ഒരു സൈനികൻ എന്ന രീതിയിൽ സൈനികൻ പ്രവർത്തിക്കേണ്ട, ആത്മാർത്ഥപരമായിട്ട് പ്രവർത്തിക്കേണ്ട രീതികളിലൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സൈനികർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന് അറിയില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ആർക്കും അറിയില്ല. അറിയില്ല എന്നല്ല, അറിഞ്ഞിട്ടറിയാതെ നടിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ, അവരുടെ കഷ്ടതകൾ, അവരുടെ യാതനകൾ, അവരെ എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ല അവർ ചെയ്യുന്ന ദൗത്യങ്ങൾ എന്താണ്, എത്രയൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള പല അനുഭവങ്ങളിലും എന്നിലുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നത് ഒരു വളർന്നു വരുന്ന തലമുറയിൽ, ഇന്നത്തെ തലമുറ വല്ലാത്ത തരത്തിലൊരു ഡ്രഗ്സും അതേപോലുള്ള മറ്റുള്ള തരത്തിലുള്ള ഒരു ഭൗതികപരമായിട്ടൊരു മലിനീകരണത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്കൊരു സ്വന്തമായിട്ടുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ രാഷ്ട്രബോധമോ രാഷ്ട്രസ്നേഹമോ അങ്ങനെയുള്ള ഒരു ചിന്തകളിലേക്ക് പോകുന്നില്ല. ഒരു സ്വാർത്ഥതയിലേക്ക്, എന്തോ ഒരു തരം അവരുടേതായ ഒരു സ്വാർത്ഥതയിലേക്ക് തോന്നുമ്പോൾ കുറച്ചെങ്കിലും പേരെ രാഷ്ട്രബോധത്തോട് കൂടിയിട്ടുള്ള കുറേ ആൾക്കാരെ സൈന്യത്തിൽ ചേർക്കണം എന്നുള്ള അർത്ഥത്തിൽ
ഞാനങ്ങനെ ടൊർണാഡോസ്, നമ്മുടെ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന രീതിയിൽ ഒരു ടൊർണാഡോസ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക്ക് രൂപകൽപ്പന ചെയ്യുക. അങ്ങനെ എൻ്റെ പഞ്ചായത്തിൽ ഒരു 100 സൈനികരെ സൃഷ്ടിക്കുക, അഴീക്കോട് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ 100 സൈനികരെ സൃഷ്ടിക്കുക എന്ന ഒരു ദൗത്യം, ആ ദൗത്യത്തിൽ ഏറ്റെടുത്തപ്പോൾ അതിനൊരു ചലഞ്ചായിരുന്നു അത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഡിസബിൾഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. കാരണം അതൊരു സത്യമാണ്. കാരണം എനിക്ക് റൈറ്റ് സൈഡ് എൻ്റെ പാരലൈസാണ്, എനിക്ക് ആരോഗ്യപരമായിട്ട് ഫിസിക്കലി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നിലുണ്ടാകുന്ന ഒരു സൈനികൻ അതിൻ്റെ ഗാംഭീര്യം എന്നിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ശബ്ദമുണ്ട് എനിക്ക്, പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഒരു ഗാംഭീര്യമുണ്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ട് എൻ്റെ കുറച്ച് കുട്ടികൾക്കെങ്കിലും ആ സ്നേഹത്തിൻ്റെ ഒരു ഉറവിടം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിനിങ്ങിലും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, കാര്യങ്ങൾ ചെയ്തു. ആ കുട്ടികൾ അതനുസരിച്ച് ആ ബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു 106 സൈനികരെ ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇവരിപ്പോൾ ഇന്ത്യയിലെ വിവിധ സേനാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള ഒരാൾ, കാരണം അവരുടെ ശരീരത്തിന് പല അംഗവൈകല്യങ്ങൾ സംഭവിക്കുമെങ്കിലും അത് നമ്മളൊരു വൈകല്യമായി കണ്ടുകൊണ്ടാൽ നമ്മളെപ്പോഴും ഡിസബിൾഡായി തന്നെയാണ് ഉണ്ടാവും. കാരണം വൈകല്യമുള്ള ഒരാളായിട്ടാണ് ഉണ്ടാവും. അതല്ലാതെ തന്നെ നമുക്കതിന് ശരീരത്തിനും മനസ്സിനും ഒരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതിനൊരു കാഠിന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്നിലൂടെ എനിക്ക് തോന്നി. ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ പ്രവൃത്തിയിലൂടെ എനിക്ക് തോന്നി. അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന അർത്ഥത്തിലാണ്. കാരണം നമുക്ക് ഇതേപോലുള്ള എത്രയോ ആൾക്കാരുണ്ട്, ആരോഗ്യപരമായിട്ട് പൂർണ്ണതയിലുള്ള ആൾക്കാർ പോലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു വിപരീതമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ വളരണം, ഒരു ജനറേഷൻ ഇന്ത്യൻ സേനയിലേക്ക് ചേർക്കാം. അത് ഇന്ത്യൻ സേനയിലേക്ക് ചേർക്കുക എന്നത് രാഷ്ട്രബോധവും രാഷ്ട്രസ്നേഹവും അത്രമാത്രം ആത്മാർത്ഥതയോട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഭാഗം, ഒരു ജോലി എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. അങ്ങനെ കുറച്ച് കുട്ടിയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആ കാര്യവുമായിട്ട് കുറേ ബിസിയിലാണ്. അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ എല്ലാവരും പറയും അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് ഒരു മോശമാണെന്നും. ഇത് ആക്ച്വലി അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം അതിലൊരു മാത്തമെറ്റിക്സാണ്, നമ്മുടെ ലൈഫ് തന്നെ ഒരു മാത്തമെറ്റിക്സാണ്. അപ്പോൾ ആ ഒരു മാത്തമെറ്റിക്സ് എന്ന രീതിയിൽ ഏകദേശം ഒരു 17,000-20,000 സൈനികരാണ് നമ്മുടെ രാജ്യത്ത് റിട്ടയർമെൻ്റ് ആവുന്നത് ഒരു വർഷത്തിൽ. പക്ഷേ ഇവിടെ അഗ്നിവീറിൽ ഒരു 45,000, ഒരു 60,000-ഓളം സൈനികരെ അല്ലെങ്കിൽ 50,000-ഓളം സൈനികരെ ഈ അഗ്നിവീറിൽ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുമ്പോൾ അതിലിപ്പോൾ നമ്മളെല്ലാവരും അവകാശപ്പെടുന്നു അഗ്നിവീറിൽ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ജോലി ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശം എന്നത് നമ്മളോട് ചോദിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടറടുക്കും നമ്മൾ പോകുന്നില്ല. അതിലേറ്റവും നല്ല ഡോക്ടർ ആരാണെന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. വീട്ടിൽ ഏതെങ്കിലും വസ്തു വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ അത് ഏറ്റവും നല്ല സാധനം എന്താണ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളെല്ലാ പ്രവണതയും നമ്മൾ ചെയ്യുന്നു. അതിൽ നമ്മളൊക്കെ സ്വാർത്ഥരാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രസുരക്ഷയും രാഷ്ട്രബോധവും രാഷ്ട്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ, കാരണം 7ഓളം രാഷ്ട്രങ്ങളുടെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ രാജ്യത്ത് രാഷ്ട്രസുരക്ഷ അത്യാവശ്യമാണ്. എല്ലാ രാജ്യത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യ അതിർത്തിയിലും നമ്മൾ സേഫ് സോണല്ല. എല്ലാ രാജ്യത്തും നമ്മുടെ സൈനികർ വിന്യസിക്കപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിൽ നല്ലൊരു സൈനികരെ, നല്ല ടാലൻ്റുള്ള ഒരു സൈനികരെ എങ്ങനെ സൃഷ്ടിക്കുക എന്നതാണ് ഉത്തമ ബോധത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സൈനികർ സൈനിക വൃത്തിയിൽ നിന്ന് തിരിച്ച് വേറെ ഏതെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയും ഉണ്ടാവും. ആ അർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന റേഷ്യോ, ഈ റിട്ടയർമെൻ്റ് ആവുന്ന ആ റേഷ്യോ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുത്തു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ, അവർക്കൊരു സഹനശക്തി ഇല്ലാത്തതാണ്. ഏറ്റവും കൂടുതൽ സഹനശക്തി ഇല്ലാത്ത കുട്ടികളാണ്. പക്ഷേ ഏറ്റവും നമ്മുടെ സൈന്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടുന്നത് സഹനശക്തിയാണ്. സഹനശക്തിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. എല്ലാവരും ജീവവായുവായിട്ട് കണ്ടുപോകുന്നത് ആ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതം ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ഇന്നത്തെ യൂത്തിന് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക്, ആ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾ വരും. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ 5-6 മാസത്തോളം നമുക്ക് മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷനും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു 4.5 വർഷമാണ് ഒരു മനുഷ്യൻ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചുറ്റുപാടുകളിൽ അവൻ്റെ എല്ലാ കാലാവസ്ഥകളിലും പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ യുദ്ധസന്നാഹമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനും അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലുള്ള ഒരു സഹനശക്തി എന്താണ് ഭക്ഷണമില്ലാതെ ഉണ്ടായിട്ടും
കഴിക്കാനും നല്ല രീതിയിൽ കഴിക്കാനും അതേപോലെ ഇല്ലാതാകുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ടും വെള്ളം മാത്രം കൊണ്ട് കുടിച്ചുകൊണ്ട് ജീവിക്കാനും മറ്റുള്ള എല്ലാ കാലാവസ്ഥയിലും എല്ലാ ക്ലൈമറ്റിലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ആ സാഹചര്യത്തിൽ നിങ്ങളെ വളർത്തി ഒരു 4 വർഷക്കാലത്തോളം നിങ്ങൾ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവിടെയാണ് ഏറ്റവും പ്രശസ്തമായ ചോദ്യം. മനോബലവും മനോകരുത്തും അത് നിശ്ചയദാർഢ്യവുമുള്ള ഒരു സഹനശക്തിയോട് കൂടിയിട്ടുള്ള ഒരു സൈനികരെ വാർത്തെടുക്കുന്ന അർത്ഥത്തിലാണ് അഗ്നിവീർ തുടങ്ങിയത്. അപ്പോൾ അതിൽ വില്ലിങ് അൺവില്ലിങ് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലാതെ നിൽക്കുമ്പോൾ ചെയ്യാം. അവിടെ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സംഭവിച്ചു, ഇതൊക്കെ അഗ്നിവീറിനെ കുറിച്ച് നമ്മളിപ്പോൾ വന്ന് കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഈ അടുത്ത 2026 നവംബർ ആകുമ്പോഴേക്കും പുതിയ ബാച്ചിൻ്റെ കാലാവധി ഈ 4 വർഷം കഴിയും. അപ്പോൾ അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, അവിടെ എത്ര പേർ ഇവിടെ നിലനിൽക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. എത്ര പേർ വില്ലിങ് കൊടുക്കുമെന്ന്. അപ്പോൾ എല്ലാവരും വില്ലിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതിൽ ഏറ്റവും നല്ല സെലക്റ്റീവായ എടുക്കട്ടെ. പക്ഷേ നമ്മൾക്ക് അതനുസരിച്ച് 100 ആൾ വരണമെങ്കിൽ, 100 സൈനികരെ വേണമെങ്കിൽ ആ 100 സൈനികരെ സൃഷ്ടിക്കാൻ 200 പേരിൽ ആ 100 പേര് വില്ലിങ് ആണെങ്കിൽ അല്ലെങ്കിൽ 100 പേരെ കിട്ടുമോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ആ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. അല്ലെങ്കിൽ ആ 200 പേരും വില്ലിങ് ആണെങ്കിൽ അത് ഏറ്റവും ഉത്തമം. അതിൽ ഏറ്റവും നല്ല സൈനികരെ സൃഷ്ടിക്കുക. എല്ലാ തരത്തിലുള്ള പ്രോസസ്സിങ്ങും അത് തന്നെയാണ് നടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് ആയാലും അതിൽ ഒരു അഗ്നിപരീക്ഷ നടത്തുന്നുണ്ട്. ആ പരീക്ഷ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. അതിൽ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതേ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പ്രൈവറ്റ് ജോബിലായാലും ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സെക്ഷൻ, ആ ജോബിൽ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ 2 പേരെ ആവശ്യമുള്ളൂ. അതിൽ ഏറ്റവും നല്ല ടാലൻ്റുള്ള ആളെ എടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രതിരോധ സേനയിൽ അത്തരം കാര്യങ്ങൾ നീക്കിക്കൂടാ? അത് തന്നെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ആ രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു തെറ്റായിട്ടല്ല കാണേണ്ടത്. ആ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലൊരു സ്പർദ്ധ വളർത്തിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടാത്ത രീതിയിലേക്കുള്ള ഒരു അനാവശ്യമായിട്ടുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകും. അതിൻ്റെ ആവശ്യകത ഈ വരുന്ന നവംബർ ആകുമ്പോഴേക്കും 2026 നവംബർ ആകുമ്പോഴേക്കും എത്ര പേര് വരുന്നുണ്ട്, അതിൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഇന്നത്തെ യൂത്ത് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് സഹനശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ, രാഷ്ട്രത്തെ സേവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചിന്തയിലൂടെ നമുക്ക് അവരുടെ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുറച്ച് മാസങ്ങൾ ബാക്കിയിലുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് അങ്ങോട്ട് ചിന്തിക്കാം. ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ സൈന്യത്തിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഓരോ ആക്രമണത്തിനും കനത്ത തിരിച്ചു നൽകിയത് പാകിസ്ഥാന് പാഠമായി മാറിയിട്ടുണ്ടാകുമോ? ഇപ്പം അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം തിരിച്ചടികൾ, ഞാൻ ഇതിൻ്റെ കാലത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും, ഇൻ്റർവ്യൂ മീൻസ് ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അത് MBBS സ്റ്റുഡൻ്റായിരുന്നു. അതിലൊരു കുട്ടി എന്നോട് ചോദിച്ചു ഒരു ചോദ്യമുണ്ട്, സർ നിങ്ങൾ യുദ്ധത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും സൈനികരെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഈ പാകിസ്ഥാനിലുള്ളവരും സാധാരണക്കാരായ ജനങ്ങളല്ലേ, അവരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള മുന്നേറ്റം നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചു. അതേപോലെ ഇവിടെയുള്ളവരും എല്ലാം സാധാരണക്കാരിലെ മരിച്ചു വീഴുന്നു. അത് അവരുടെ തരത്തിൽ നോക്കിയാൽ ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ അവിടെ നമ്മുടെ രാജ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ രാജ്യം ഇന്ന് വരെ ഒരു രാജ്യാതിർത്തികൾ കടന്ന് അധിനിവേശ യുദ്ധം നടത്തിയിട്ടില്ല. നമ്മുടെ രാജ്യം ഒരു പ്രതിരോധ യുദ്ധമാണ് നടത്തിയത്, ഒരു ധർമ്മയുദ്ധമാണ്. യുദ്ധം ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യുദ്ധം ശരിയാണ്. യുദ്ധം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റുമാണ്. കാരണം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ചില യുദ്ധങ്ങളൊക്കെ തെറ്റാണ്. ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ പലസ്തീനിൽ നടക്കുന്ന ചില യുദ്ധങ്ങൾ ചിലപ്പോൾ അധിനിവേശത്തിൻ്റെ യുദ്ധങ്ങളാണ്. അവിടെ ആരാണ് അധികാരഭ്രഷ്ടം നടത്താൻ വേണ്ടി സാധിക്കുക എന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതേപോലെ ഉക്രൈനും റഷ്യയും തമ്മിൽ അതിന് അധിനിവേശത്തിൻ്റെ യുദ്ധമാണ്. പക്ഷേ നമ്മുടെ രാജ്യം 5ഓളം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഇപ്പോൾ അവസാനമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും പ്രതിരോധ യുദ്ധമാണ്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നു, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുക എന്ന ചിന്താഗതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ചിന്താഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ഉത്തരം എന്നത്, നമ്മുടെ ഒരു കേരളം, നമ്മളൊക്കെ പറയുന്നില്ലേ, നമ്മൾ പ്രകൃതി രമണീയമായ നാട്, കേരളത്തിൻ്റെ സ്വന്തം നാട്. ഈ നാടിൽ നമ്മൾക്ക് ഇതൊക്കെ പറയണമെങ്കിൽ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ എത്രമാത്രം പ്രതിരോധ ശേഷി ഉണ്ടാവണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഞങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴാണ് ഉണ്ടാവണമെന്ന് പറയും, സമാധാനമായി നിൽക്കേണ്ട യോഗ്യത എപ്പോൾ വേണമെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ മതിൽക്കെട്ടും സൃഷ്ടിച്ച്
നമ്മുടെ വീട്ടിൽ ഒരു ഡോഗിനെയും സൃഷ്ടിച്ച് അതേപോലെ CCTVയും വെച്ച് ഭയങ്കര സെക്യൂറായി നിന്നുകൊണ്ട് ആ സ്വാർത്ഥതയിലുള്ള നമ്മളാണ് രണ്ട് രാജ്യങ്ങൾ നമ്മൾ അതിർത്തിയിട്ട് പറയുന്നത്. നമ്മളൊക്കെ മതിൽക്കെട്ടുകൾ പൊളിച്ചു കിടക്കണം. ഇപ്പോൾ സ്വന്തം ചോരയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ പോലെ കാണേണ്ടവർ അപ്പുറം നിൽക്കും, അവരെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നുണ്ടോ? അതിർത്തി തർക്കങ്ങളിലല്ലേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നത്. അതിൽ മർഡർ പോലും, കൊലപാതകങ്ങൾ പോലും നടക്കുന്നില്ലേ? എത്ര കലഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പുറം പരസ്പരം മിണ്ടാതെ നിൽക്കുന്ന, മുഖാമുഖം നോക്കിക്കൊണ്ട് സംസാരിക്കാത്ത നിമിഷങ്ങൾ പോലുമില്ലേ? അപ്പോൾ എന്ത് അധികാരമുള്ളത് നമുക്ക് പറയാൻ വേണ്ടി, എന്ത് അർഹതയാണുള്ളത്? ഇതൊക്കെ പൊളിച്ചടക്കി സ്വാതന്ത്ര്യമായിട്ട് സ്വതന്ത്രപരമായിട്ട് ഓരോ വ്യക്തികൾക്കും ഓരോ സ്ഥലത്തും പോകാനുള്ളൊരു സ്വാതന്ത്ര്യം എപ്പോൾ സൃഷ്ടിക്കുന്നു അവർക്ക് മാത്രമേ ആധികാരികമായിട്ട് മറ്റുള്ള യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റൂ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ നടത്തിയത് ഇതുവരെ മറ്റേ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് സമാധാനം സൃഷ്ടിച്ച യുദ്ധമല്ല. നമ്മുടെ രാജ്യം നടത്തിയിരിക്കുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നടത്തിയത് യുദ്ധം ഒരു അധിനിവേശത്തിനെതിരെ നടത്തിയ ഒരു പോരാട്ടത്തിന്, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരു പ്രതിരോധ യുദ്ധമാണ്. ആ യുദ്ധങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ട് ആ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യം പ്രതിരോധിക്കുക എന്നത് അത്യാവശ്യമാണ്. അതിൻ്റെ ഗഡ്സ് നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ, ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ഏത് തരത്തിലുള്ള പാകിസ്ഥാനിലുള്ള അറ്റാക്ക് ഉണ്ടായാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. ഇപ്പോൾ പാകിസ്ഥാന് തലപൊക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ശിക്ഷ ഓപ്പറേഷൻ സിന്ദൂരിൽ ഞങ്ങൾ കൊടുത്തു. 3 ദിവസം കൊണ്ട് അവസാനിച്ച യുദ്ധമാണത് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ മറ്റുള്ള തലങ്ങളിലൊക്കെ നയതന്ത്രപരമായി പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, പക്ഷേ ഒരു സൈനികൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ 10 ദിവസം അല്ലെ 15 ദിവസം ഈ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ തുറന്നു കൊണ്ടുപോയാൽ ആ രാജ്യം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും എന്ന അർത്ഥത്തിലേക്കുള്ളൊരു യുദ്ധമായിരുന്നു. എല്ലാ സന്നാഹം കൊണ്ടും ഏത് തരത്തിലുള്ള ഏതൊരു ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു കെൽപ്പും ശേഷിയും നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുതന്നെയാണ് സൈനികർ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഒന്നിനെ നമ്മളിലുള്ള അക്രമങ്ങളത്തെ പ്രതിരോധിക്കാണ്ട് നിൽക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകുന്നു. മുമ്പേ ആക്രമണം നടന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധത്തിന് മുന്നേ ഏകദേശം 260 ആൾ മരിച്ചു. അതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ എത്ര ആൾ കൊല്ലപ്പെടും? അതിനെ പ്രതിരോധിക്കുക. അപ്പോൾ അത് എവിടെ നിന്നാണോ വരുന്നത് അതിനെ ആരൂടെ നോക്കി നമ്മൾ അടിക്കണം. അപ്പോൾ മാത്രമേ അതിന് ഇല്ലായ്മയുണ്ടാവും. ഇപ്പോൾ ടെററിസം കുറഞ്ഞില്ലേ? ആ ടെററിസം എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അത് അക്രമങ്ങൾ ആരാണോ ടെററിസ്റ്റ് ക്യാമ്പുകൾ, ക്യാമ്പുകൾ നമ്മൾ അടിച്ചു. നമ്മുടെ രാജ്യത്ത് വന്ന് ആക്രമിച്ചു, സാധാരണക്കാരായ ജനങ്ങളെ കൊന്നെടുത്തു. ടൂറിസ്റ്റുകാരായിട്ടുള്ള നമ്മുടെ ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോൾ ജമ്മു കാശ്മീരിൽ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. ടൂറിസ്റ്റുകൾ വന്നു. ഇപ്പോൾ സമാധാന അന്തരീക്ഷമാണ്, ആർക്കും എവിടെയും സഞ്ചരിക്കാൻ വേണ്ടി പറ്റും ജമ്മു കാശ്മീർ. പണ്ടങ്ങനെയല്ല, പണ്ടുള്ള സിറ്റുവേഷൻ മാറ്റമാണ്. ആ സിറ്റുവേഷനൊക്കെ മാറി വന്നപ്പോൾ ആ സ്വാതന്ത്ര്യം പോലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, കെടുത്താൻ വേണ്ടി അതില്ലാതാക്കണം അവരതാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിനെയൊക്കെ ആക്രമിച്ച് അതിനെയൊക്കെ പ്രതിരോധിച്ചു കൊണ്ടാണ് ഓപ്പറേഷൻ. അപ്പോൾ ഏറ്റവും വലിയൊരു വിജയം എന്നത് നമ്മുടെ രാഷ്ട്രം കാണുന്നത് എല്ലാ വിഭാഗത്തിലും ജെൻഡർ ഭേദമന്യേ നമ്മുടെ രാഷ്ട്രം എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും അംഗീകാരങ്ങളും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു 4 ദിവസം മുന്നേ കല്യാണം കഴിച്ച് അവരുടെ ഒരു ഹണിമൂൺ ഇതിന് പോയപ്പോൾ അവരുടെ നാട് ജമ്മു കാശ്മീർ കാണാൻ പോയപ്പോൾ തൻ്റെ ഹസ്ബൻഡ് മരിച്ചു വീണപ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഇങ്ങനെ നിസ്സഹമായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ അവർ സിന്ദൂരം മായ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിന്ദൂരം മായ്ക്കുമ്പോൾ അതാണ് നമ്മൾ തീരുമാനിച്ചത്, ഒരു സ്ത്രീകളുടെ സിന്ദൂരം ഇനി മായ്ക്കപ്പെടരുത്. പക്ഷെ അവിടെ ഏറ്റവും വലിയൊരു ഗേൾസ് കാണിച്ച നമ്മുടെ രാജ്യമെന്നത് അഭിമാനപൂർവ്വമായിട്ട് 2 സ്ത്രീകളെയാണ് ലോകത്തിൻ്റെ മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിസംബോധന ചെയ്തത്. അത് കേണൽ സോഫിയ ഖുറേഷിയും അതേപോലെ വിംഗ് കമാൻഡർ മയോമിക സിംഗും. അത് നമ്മുടെ രാജ്യത്ത് ഒരു ലോകത്തിൽ ഒരു രാഷ്ട്രവും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്രമാത്രം എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലും നമ്മൾ അംഗീകരിക്കപ്പെട്ടു. അതിലൊരു വിഭാഗത്തിൽ സൈന്യത്തിന് ഒരു ശക്തി എന്ന രീതിയിൽ, ഒരു പവർ എന്ന രീതിയിൽ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യമാണ് ഈ സമാധാനം ഇപ്പോഴുണ്ടാകാൻ കാരണം. സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ നടത്തിയ ആ സൈനിക നീക്കത്തെ എങ്ങനെ അങ്ങ് വിലയിരുത്തുന്നു? അല്ല, നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലുള്ള എത്രയോ കഴിവുള്ളവരുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ഇപ്പോൾ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകളായാലും മറ്റുള്ള ഏതൊരു ടെക്നോളജി പരമായിട്ട് എല്ലാ വർഗത്തിലും നമ്മുടെ രാജ്യത്തുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു, അതിപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ട് ആ ടെക്നോളജി നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ചുകൂടാ?
എന്നുള്ളത്. അപ്പോൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചത്. ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ അഗ്നിയും അതേപോലെ പല മിസൈലുകളും, നമ്മളെ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ നമ്മളെപ്പോഴും വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ലോകത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ സ്പേസിൽ തന്നെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 4ാമത്തെ ഒരു ശക്തിയായിട്ട് നമ്മൾ വളർന്നു. അപ്പോൾ എല്ലാ തരത്തിലും പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. കാരണം സ്വാതന്ത്ര്യം എന്നത് ഒരു വ്യക്തികൾക്ക് മാത്രമല്ല, രാജ്യത്തിനുണ്ടാവുന്ന വികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മുതൽക്കൂട്ടിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ മാത്രമേ രാജ്യം വികസിക്കൂ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വികസനത്തിൻ്റെ പാതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ പലതരത്തിലുള്ള പുകച്ചായകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറട്ടെ, ഇനിയും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. കാരണം അവിടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നെറുകയിലെത്തിത്തീരണം. കാരണം മറ്റുള്ള രാജ്യങ്ങൾക്ക് പോലും അഭിമാനിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. മതേതര സംസ്കാരം, മതേതരത്വം, ഏറ്റവും കൂടുതലുള്ള ഏറ്റവും നല്ല ജനാധിപത്യം എന്ന രീതിയിലൊക്കെ നമ്മൾ മുന്നേറുമ്പോൾ ആ ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നമ്മെ നയിക്കുമ്പോൾ ആ രാഷ്ട്രബോധത്തോടുള്ള രാഷ്ട്രവിശ്വാസത്തിലേക്ക് ഇതിൽ അർപ്പിതപ്പെട്ടുകൊണ്ട് എപ്പോഴും സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ, എല്ലാവർക്കും നടക്കാനുള്ള അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിയിൽപ്പെടുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ആ സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, പണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് തേടി പോകാം, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തേടി വരുന്ന അവസ്ഥയാണ്. അതാണ്, ഞങ്ങളെ തേടി വരണം. അവിടെയാണ് വിജയം. ആ വിജയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.